നമസ്കാരം. ഗൗതം ഗംഭീറിനെ ഇന്ത്യൻ പരിശീലകനായി BCCI പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ശ്രീലങ്കൻ പര്യടനത്തിൽ തന്നെ ഗംഭീർ ടീമിന്റെ ചുമതല ഏറ്റെടുത്തേക്കും. ഗംഭീർ വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഇന്ത്യൻ ടീമിൽ നമുക്ക് പ്രതീക്ഷിക്കാം? മലയാളികളുടെ അഭിമാനം സഞ്ജു സാംസണിന് ഇനിയെങ്കിലും ടീമിൽ നീതി ഉറപ്പാക്കാനാകുമോ? ഗൗതം ഗംഭീറിനെ ഇന്ത്യൻ ടീമിന്റെ പരിശീലകനാക്കാനുള്ള തീരുമാനം ഒരു കാലത്ത് ഗംഭീറിന്റെ ഏറ്റവും വലിയ എതിരാളിയായിരുന്ന വിരാട് കോഹ്ലിയെ അറിയിച്ചില്ല എന്നാണ് പ്രഖ്യാപനം വന്നത് മുതൽ ദേശീയ മാധ്യമങ്ങളിലെ തലക്കെട്ട്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും മാത്രമാണ് ടീമിൽ ഇക്കാര്യം അറിഞ്ഞത് എന്നാണ് വാർത്തകൾ. സത്യം എന്തായാലും ഗംഭീർ ടീമിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഇന്ത്യൻ നിരയിലെ സൂപ്പർ താരങ്ങളുമായി ചേർന്ന് എങ്ങനെ ടീമിന് മികച്ച നേട്ടം നൽകും എന്നത് മാത്രമാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുന്നവർക്ക് ചിന്തയുണ്ടാകൂ. അതിന് കാരണവുമുണ്ട്. സൂപ്പർ താരങ്ങൾ വാഴുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ പ്രൊഫഷണലിസം ഏകപക്ഷീയമായി കൊണ്ടുവരാൻ ശ്രമിച്ച പരിശീലകർ പരാജയപ്പെട്ട ചരിത്രം മാത്രമാണുള്ളത്. നായകന് അല്ലെങ്കിൽ സൂപ്പർ താരങ്ങൾക്ക് അപ്രമാദിത്വമുള്ള ഒരു കോട്ടയാണ് എന്നും ഇന്ത്യൻ ക്രിക്കറ്റ്. പരിശീലകനും നായകനും ഉരസിയപ്പോൾ തീപ്പൊരി പറന്ന ഗ്രെഗ് ചാപ്പൽ, സൗരവ് ഗാംഗുലി കാലം മറക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ക്രിക്കറ്റ് പ്രേമികൾ. പിൽക്കാലത്ത് ഇന്ത്യൻ താരങ്ങളുടെ സൂപ്പർ സ്റ്റാർഡം വകവെച്ചു കൊടുത്തവരെ മാത്രമേ ഇന്ത്യ വാഴിച്ച ചരിത്രമുള്ളൂ. ഗംഭീർ വരുമ്പോൾ മാറ്റം പ്രതീക്ഷിക്കുന്നത് ഗംഭീറിന്റെ കളിക്കളത്തിലുണ്ടായിരുന്ന പ്രകടനങ്ങൾ കൊണ്ട് മാത്രമല്ല, മുൻകാല നിലപാടുകൾ, തുറന്നു പറച്ചിലുകൾ ഇനി ഇന്ത്യൻ ടീമിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷ കൊണ്ടുകൂടിയാണ്. ഒരു താരം എന്ന നിലയിൽ ഒരു കാലത്ത് ഇന്ത്യൻ ടീമിന്റെ അവിഭാജ്യ ഘടകമായിരുന്നതാണ് ഗംഭീർ. ഇന്ത്യ 2 ലോകകപ്പ് നേടുമ്പോൾ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ, 2 ലോകകപ്പ് ഫൈനലുകളിൽ അർദ്ധ സെഞ്ചുറി നേടി ഇന്ത്യൻ വിജയത്തിന് അടിത്തറയിട്ട താരം, ടെസ്റ്റിലും ഏകദിനത്തിലും 2020-ലും ഒരേ സമയം ഓപ്പണിംഗിൽ കളിച്ചിരുന്ന ഗംഭീറിന്റെ 3 ഫോർമാറ്റിലെയും റെക്കോർഡുകൾ ഒന്നിനൊന്ന് മെച്ചം. ക്യാപ്റ്റൻ എന്ന നിലയിൽ 2 തവണ IPL കിരീടം നേടിയ പകിട്ടും ഗംഭീറിന് സ്വന്തമാണ്. ഉപദേശകൻ എന്ന നിലയിൽ ഒരിക്കൽ കൂടി IPL വിജയം കൈവരിച്ചാണ് ഗംഭീർ വരുന്നത്. ഇന്ത്യൻ ടീമിന്റെ എല്ലാ ശക്തി ദൗർബല്യങ്ങളും അറിയാവുന്ന നിലവിലെ താരങ്ങളോട് ഏത് നിലയിലും തുലനം ചാർത്താൻ കഴിവുള്ള കരിയർ കയ്യിലുള്ള ഒരാൾ ടീമിന്റെ പരിശീലകൻ ആകുന്ന ഗുണം തന്നെയാണ് ഇനി ഗംഭീറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏറെക്കാലത്തെ നിരാശയ്ക്ക് ഇന്ത്യൻ ടീമിന് മാറ്റം നൽകിയത് രാഹുൽ ദ്രാവിഡാണ്. 2 ലോകകപ്പിൽ ഫൈനൽ കളിച്ച് 1 കിരീടവും നേടിയാണ് ദ്രാവിഡ് മടങ്ങിയത്. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയില്ലെങ്കിൽ പോലും ഇന്ത്യ കാഴ്ചവെച്ചത് മിന്നും പ്രകടനം. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പരിശീലകനായി ഗംഭീർ എത്തുമ്പോൾ വെല്ലുവിളികൾ ചെറുതല്ല. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ 2 തവണ ഫൈനലിൽ കൈവിട്ട കിരീടം നേടുക തന്നെയാണ് ഗംഭീറിന്റെ ആദ്യ വെല്ലുവിളി. 2025 ചാമ്പ്യൻസ് ട്രോഫിയിൽ കിരീടത്തിൽ കുറഞ്ഞതൊന്നും ഇന്ത്യക്ക് മതിയാകില്ല. പാകിസ്ഥാനിലേക്ക് ടൂർണമെന്റിനായി പോകില്ല എങ്കിലും അവസാന ഘട്ടത്തിൽ സംയുക്ത വേദിയെങ്കിലും ഇന്ത്യൻ ടീം പ്രതീക്ഷിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ടീമിന്റെ സെലക്ഷൻ സംബന്ധിച്ച ചോദ്യങ്ങളെ രൂക്ഷമായി വിമർശിച്ച ഗൗതം ഗംഭീറിന്റെ നിലപാട് ഇനി മുതൽ ടീം തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. ടെസ്റ്റ് ടീമിലേക്കുള്ള തെരഞ്ഞെടുപ്പ് രഞ്ജി ട്രോഫിയിൽ നിന്നും വേണമെന്നും ഏകദിന ടീമിലേക്ക് ലിസ്റ്റഡ് ടൂർണമെന്റുകളിൽ നിന്നുള്ളവരെ പരിഗണിക്കണമെന്നും 2020 ടീമിലേക്ക് മാത്രം IPL പരിഗണിച്ചാൽ മതി എന്നും ഗംഭീർ ഒരിക്കൽ പറഞ്ഞിരുന്നു. ഇനി മുതൽ ഉള്ള ടീം തെരഞ്ഞെടുപ്പിൽ ഈ മാനദണ്ഡങ്ങൾ കൊണ്ടുവരാൻ പരിശീലകന് എത്രത്തോളം റോൾ നിർവഹിക്കാൻ പറ്റും എന്ന് കണ്ടറിയണം. അടുത്തത് IPL ഫൈനലിലേക്ക് പോകുന്നതിന് മുൻപ് കൊൽക്കത്ത താരങ്ങളോട് ഗംഭീർ പറഞ്ഞ വാക്കുകളാണ്. ടീമിൽ വലിപ്പച്ചെറുപ്പമില്ലെന്നും എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുമെന്നും ഒരേ ഒരു ലക്ഷ്യം കിരീടം മാത്രമാണ് എന്നുമുള്ള ഗംഭീറിന്റെ പ്രചോദനം നൽകുന്ന വാക്കുകൾ താരങ്ങൾ ഏറ്റെടുത്തപ്പോൾ IPL-ൽ സൺറൈസേഴ്സിനെ തകർത്ത് കൊൽക്കത്ത കിരീടം നേടി. സൂപ്പർ താരങ്ങൾ നിറഞ്ഞ ഇന്ത്യൻ ടീമിൽ ഗംഭീറിന്റെ ഇത്തരം കടുത്ത നിലപാടുകൾ എന്ത് ഫലം നൽകുമെന്നും കാത്തിരിക്കേണ്ടി വരും. നമ്മൾ മലയാളികൾ സ്വപ്നം കാണുന്നത് സഞ്ജു സാംസണിന് കൂടുതൽ അവസരങ്ങൾ കിട്ടുമോ എന്നത് കൂടിയാണ്. 19-ാം വയസ്സിൽ അരങ്ങേറ്റം കുറിച്ച സഞ്ജുവിന് കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ ഏകദിനത്തിലും 2020-ലുമായി 50 മത്സരങ്ങൾ പോലും പൂർത്തിയാക്കാനായില്ല. സത്യത്തിൽ ഒരു പരമ്പരയിൽ പോലും തുടർച്ചയായി ടീമിൽ ഇടം ഉറപ്പിക്കുന്ന സമീപനം ഉണ്ടായിട്ടില്ല. IPL-ൽ മിന്നും പ്രകടനത്തോടെ ലോകകപ്പ് ടീമിൽ എത്തിയെങ്കിലും സെക്കൻഡ് വിക്കറ്റ് കീപ്പറായാണ് സഞ്ജുവിനെ പരിഗണിച്ചത്. സിംബാബ്വെ പര്യടനം കഴിഞ്ഞ് ഗംഭീർ ചുമതലയേറ്റെടുക്കുന്ന ശ്രീലങ്ക പര്യടനത്തിലും സീനിയർ താരങ്ങൾ വിശ്രമിക്കുമെന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ തുടർച്ചയായ മത്സരങ്ങൾ സഞ്ജുവിന് കിട്ടാനുള്ള സാധ്യത മുന്നിലുണ്ട്. സഞ്ജുവിനെ ഇന്ത്യ കളിപ്പിച്ചില്ല എങ്കിൽ അത് സഞ്ജുവിന്റെ നഷ്ടമല്ല, ഇന്ത്യയുടെ നഷ്ടമാണെന്ന് ഒരിക്കൽ പറഞ്ഞയാളാണ് ഗൗതം ഗംഭീർ. ഗംഭീർ പരിശീലകനായി എത്തുമ്പോൾ ഇന്ത്യൻ ജേഴ്സിയിൽ സഞ്ജു സാംസണിന്റെ സ്ഥിര സാന്നിധ്യം തന്നെയാണ് ആരാധകർ സ്വപ്നം കാണുന്നത്.